ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ ക്ലാസിക്കൽ മെക്കാനിക്കൽ അപ്രോച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ആ ലിമിറ്റേഷൻസിനെ ഒരു പരിധിവരെ ഓവർകം ചെയ്യാനും ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ നിന്ന് കുറച്ചുകൂടി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചറിലേക്ക് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ തിയറിയെ കൊണ്ടുവരാനും ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. സോ ഇത് പ്രപ്പോസ് ചെയ്തത് അർണോൾഡ് സോമർഫെൽഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. സോ ഹീ ഈസ് ആൻ അൺസങ് ഹീറോ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. നമ്മളൊരു പരിധിവരെ സോമർഫെൽഡിനെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പലപ്പോഴും കണ്ടിരിക്കുക. സോമർഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫ് ബോർ തിയറി എന്നൊക്കെ വെച്ച്. അപ്പോൾ വേണ്ട പരിഗണന ക്വാണ്ടം മെക്കാനിക്സിൽ കിട്ടാത്ത അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി കിട്ടാതെ പോയ ഒരു സയൻറ്റിസ്റ്റാണ് സോമർഫീൽഡ്. അതിൻ്റെ കാരണം അദ്ദേഹത്തെ എറ്റേണൽ നോബൽ കാൻഡിഡേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതുവരെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. He is the physicist with the highest number of doctoral students who were awarded a Nobel Prize, namely 4. Werner Heisenberg, Wolfgang Pauli, Peter Debye, Hans Bethe. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ PhD സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ 4 പേർക്ക് നോബൽ പ്രൈസ് സ്റ്റുഡൻസിന് കിട്ടി. And also he received the most nominations for Nobel Prize in Physics, specifically 84 between 1917 and 1951. 84 തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ട സയൻറ്റിസ്റ്റാണ് സോമർഫെൽഡ്. ഇനി അദ്ദേഹത്തിൻ്റെ ബാക്കി സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. വാൾട്ടർ ഹീറ്റ്ലർ, ഹെർബർട്ട് ഫ്രോളിച്ച്, ഒട്ടോ ലപ്പോർട്ടെ, നമ്മുടെ ലപ്പോർട്ടെ സെലക്ഷൻ റൂളിൻ്റെ ആളാണ്. കാൾ മീസ്നർ, സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറി പ്രപ്പോസ് ചെയ്ത കാൾ മീസ്നർ, ആൽഫ്രഡ് ലാൻഡെ ആൻഡ് ബ്രിലോയിൻ, ലീനസ് പോളിംഗ്, ഇസിഡോർ റാബിനാൻറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. കാൾ ഹസ്ഫീൽഡ്, ജോവിക് റാബിനോവിച്ച്, ഇവരെല്ലാം ഇൻഡിവിജ്വലായിട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻസ് ഫിസിക്സിലും കെമിസ്ട്രിയിലും തന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം ബേസിക്കലി നമ്മുടെ സോമർഫെൽഡിൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വൺസ് ടോൾഡ് ദാറ്റ് വാട്ട് ഐ എക്സ്പെഷ്യലി അഡ്മയർ അബൌട്ട് യു ഈസ് ദാറ്റ് യു ഹാവ് ആസ് ഇറ്റ് വെയർ ഫൗണ്ടഡ് ഔട്ട് ഓഫ് ദ സോയിൽ സച്ച് എ ലാർജ് നമ്പർ ഓഫ് യങ് ടാലൻസ്. സോ നമുക്കൊരു റോൾ മോഡൽ ടീച്ചർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സയൻറ്റിസ്റ്റാണ് സോമർഫെൽഡ്. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ഐഡിയ എല്ലാം വന്നത് സോമർഫെൽഡിൻ്റെ ഇനീഷ്യൽ ഒബ്സർവേഷനിൽ നിന്നാണ്. നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബോർ മോഡലിൻ്റെ അകത്ത് സർക്കുലർ ഓർബിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്നത് സോമർഫെൽഡാണ്. അവിടെ നിന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് ശരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഹെയ്സൻബർഗും പോളിയും കൂടിയാണ് ഫർദർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ഐഡിയാസ് വന്നത്. അതിൻ്റെ എല്ലാം റൂട്ട് കോസ് സോമർഫെൽഡിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റൽ എന്ന് പറഞ്ഞ ഐഡിയ ആയിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ഇമ്പോർട്ടൻസ് സയൻസ് കൊടുത്തിട്ടില്ല. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലുണ്ട്, പക്ഷേ പോപ്പുലർ ഫിഗറായിട്ട് വന്നിട്ടില്ല. സോ യു ഷുഡ് നോ ഹിം വെൽ. സോ നൗ വിൽ മൂവ് ഓൺ ടു ദ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ഫ്രീ ഇലക്ട്രോൺ തിയറി. സോമർഫെൽഡാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സോമർഫെൽഡാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഹി ട്രീറ്റഡ് ഫ്രീ ഇലക്ട്രോൺ ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടം തിയറി. The basic assumptions are the same as that of Drude's theory. Basic ideas എല്ലാം സെയിം ആണ്, ഡ്രൂഡ് പറഞ്ഞ പോലെ തന്നെ. It is also known as Drude-Sommerfeld model. In this, metal is regarded as a potential well. So നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച സമയത്ത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, പാർട്ടിക്കിൾ ഇൻ എ റിംഗ് ആൻഡ് പാർട്ടിക്കിൾ ഇൻ എ വെൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ അത് നമ്മുടെ ഒരു റിങ് ഉള്ള കിണറുമാണ് എന്ന് അസ്യൂം ചെയ്യുക. ഒരു സർക്കുലർ ആയിട്ടുള്ള കിണർ, അതിനകത്ത് റിങ്ങുകൾ ഇങ്ങനെ ഇറക്കി പോയിരിക്കുന്നു. താഴെ തൊട്ട് മേളി വരെ റിങ് ഉണ്ട്. അതിൽ ഓരോ റിങ്ങുകളും ഓരോ എനർജി ലെവലാണെന്ന് അസ്യൂം ചെയ്യുക. അതിനകത്തുള്ള ഒരു പാർട്ടിക്കിളായിട്ടാണ് നമ്മുടെ മെറ്റലിനെ കൺസിഡർ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു വെല്ലിനെ ആയിട്ടാണ് നമ്മുടെ സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നത്. ആ വെല്ലിലുള്ള പാർട്ടിക്കിൾസാണ് ഇലക്ട്രോൺസ്. ഇൻസൈഡ് ദ വെൽ ദ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ്. അതിനുള്ളിൽ എവിടെ വേണമെങ്കിലും അവർക്ക് മൂവ് ചെയ്യാം. ദ ഇലക്ട്രോൺസ് ആർ കൺഫൈൻഡ് വിത്തിൻ ദ മെറ്റൽ സർഫസ് ബൈ എ വർക്ക് ഫംഗ്ഷൻ ഫൈ. നേരത്തെ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ ഇത് പറഞ്ഞായിരുന്നു, സർഫസിൽ ഇവർ ലിമിറ്റഡ് ആണ്, സർഫസിന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ന്. അതിന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. വർക്ക് ഫംഗ്ഷൻ കൺസെപ്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്.
സോ ഒരു എനർജി പർട്ടിക്കുലർ എനർജി ഉണ്ടെങ്കിൽ കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺസിന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ആർ ഗവേൺഡ് ബൈ ദ ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. നേരത്തെ ക്ലാസിക്കൽ മെക്കാനിക് പിക്ചർ വെച്ചിട്ടായിരുന്നു അത് ഡിഫൈൻ ചെയ്തിരുന്നത് മൂവ്മെൻറ്റിനെയൊക്കെ. പക്ഷേ ഇവിടെ ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചർ ഉപയോഗിച്ചിരിക്കുന്നു. ദ എനർജി ലെവൽസ് ഒക്യുപ്പൈഡ് ബൈ ദ ഇലക്ട്രോൺസ് ആർ ക്വാണ്ടൈസ്ഡ്. ഓരോ എനർജി ലെവലിനും ഡെഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് പറയാം ഇലക്ട്രോൺ ഈ ലെവലിൽ ഇരിക്കുന്നു, ഇറ്റ് ഹാസ് ഗോട്ട് ദിസ് മച്ച് എനർജി. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഇത്രയും എനർജി ഡിഫറൻസ് ഉണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വരുവാണെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും, അബ്സോർബ് ചെയ്താൽ ഉടനത്ത് നിന്ന് അടുത്തേക്ക് പോകും. അങ്ങനെ ക്ലിയർ ക്വാണ്ടൈസ്ഡ് ലെവൽസ് ആണ് ഇവിടെ ഉള്ളത്. ദ ലെവൽസ് ആർ ഫിൽഡ് ഫ്രം ദ ബോട്ടം ഓഫ് ദ വെൽ അക്കോർഡിംഗ് ടു പോളീസ് പ്രിൻസിപ്പിൾ. ഓരോ ലെവലിലും 2 ഇലക്ട്രോണുകളെ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് പോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ പറയുന്ന വെല്ല് ഫിൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴത്തെ ലെവൽ തൊട്ട് മേളിലേക്ക് 2 വെച്ച് ഇലക്ട്രോൺസ് കൊടുത്തു പോകുന്നു. ആൻഡ് ഹിയർ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി അപ്ലൈഡ്. നമ്മൾ നേരത്തെ ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ ക്ലാസിക്കൽ അപ്രോച്ചിൽ മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. നൗ ദ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി അപ്ലൈഡ് ഹിയർ. ഇനി 1D പൊട്ടൻഷ്യൽ വെല്ലിനകത്ത് നമ്മുടെ ഇലക്ട്രോൺസിനെ പരിഗണിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ദീസ് ഇലക്ട്രോൺസ് ആർ ഫെർമിയോൺസ്. സോ ഫെർമിയോൺസും ബോസോൺസും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ബോസോൺസ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു, ഫെർമിയോൺസ് ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കുക, ഒരു ലെവലിൽ E1 എന്ന് പറഞ്ഞ എനർജി ലെവലിൽ 2 എണ്ണം, E2ൽ 2 എണ്ണം, E3ൽ 2 എണ്ണം, പിന്നെയുള്ള ഒരെണ്ണം E4ൽ. ബോസോൺസ് ആണെങ്കിലോ എല്ലാം E1ൽ. അപ്പോൾ നമ്മൾ അന്നേരം പഠിച്ച ഒരു റെസ്ട്രിക്ഷൻ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോ 2 ഫെർമിയോൺസ് ക്യാൻ ഓക്കുപ്പൈ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. ബോസൺസ് ഹാവ് നോ സച്ച് റെസ്ട്രിക്ഷൻസ്. സോ ഫെർമിയോണിൻ്റെ ഒരു എനർജി ലെവലിൽ 2 ഇലക്ട്രോണുകളെ പറ്റുള്ളൂ അല്ലേ, സ്പിൻ കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ. അതാണ് നോ 2 ഫെർമിയോൺസ് ക്യാൻ ഓക്കുപ്പൈ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. ഇപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ വാല്യൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ലെവലിൽ 2 ഇലക്ട്രോണേ പാടുള്ളൂ. ദെൻ വി വിൽ ലുക്ക് ഇൻ ടു ദ അലൗഡ് എനർജി ലെവൽസ്. ഈ ഇലക്ട്രോണിൻ്റെ എനർജി ലെവലിനെ നമുക്ക് പരിഗണിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് സോമർഫെൽഡ് കൊടുക്കുന്നത്. ഒക്കെ പൊട്ടൻഷ്യൽ വെല്ലായിട്ട് പരിഗണിച്ചു. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആകാൻ വേണ്ടി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ tedious പ്രൊസീജിയറിലേക്കൊന്നും പോകാതെ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം പാർട്ടിക്കിളിൻ്റെ 1 ഡയമെൻഷണൽ സിസ്റ്റമാണ്. അതിനെ കുറച്ചുകൂടി ഒരു 3 ഡയമെൻഷനിൽ ഇലക്ട്രോൺ 3 ഡയമെൻഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് പാർട്ടിക്കിളിൻ്റെ 3D പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ടാണ് സോമർഫെൽഡ് ഈ തിയറി മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തത് എനർജി ലെവൽസ് കണ്ടുപിടിക്കാൻ. ആക്ച്വലി പൊട്ടൻഷ്യൽ വെല്ലായെന്ന് അസ്യൂം ചെയ്തെങ്കിൽ പോലും അതിനെ പിന്നെയും സിംപ്ലിഫൈ ചെയ്താണ് സോമർഫെൽഡ് അവതരിപ്പിച്ചത്. ദ അലൗഡ് എനർജി ലെവൽസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ പാർട്ടിക്കിൾ ഇൻ എ 3 ഡയമെൻഷണൽ ബോക്സ് പ്രോബ്ലം. പൊട്ടൻഷ്യൽ എനർജി 0 ഇൻസൈഡ് ദ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്രിസ്റ്റൽ വോളിയമൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ക്രിസ്റ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മെറ്റൽ ക്രിസ്റ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില കോണ്ടെക്സ്റ്റിൽ ചില ബുക്കിൽ ഒരു യൂണിറ്റ് വോളിയം എന്നും ഉപയോഗിക്കാറുണ്ട്. സോ എനിവേ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് 0 ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ആൻഡ് ഇൻഫിനിറ്റ് ഔട്ട്സൈഡ്. നൗ ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കം ഇൻ ടു പിക്ചർ. In this case, we can use the Schrodinger equation. ഇലക്ട്രോണിനെ നമുക്കൊരു psi വേവ് ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനായിട്ട് Schrodinger equation ഉപയോഗിക്കാം. -h×2/2m del square psi plus v psi into e psi എന്ന് പറഞ്ഞാൽ Schrodinger equation ഉപയോഗിക്കുന്നു. Where psi is the wave function for the free electron. So now we will move on to the application of 3D particle concept to free electron. The energy of the free electrons can be derived as E is equal to nx square plus ny square plus nz square h square by 8ml square. 3D പ്രോബ്ലത്തിൻ്റെ എനർജിയാണ്. The walls of the box are infinitely high. So infinite high walls ആണ് ബോക്സിൻ്റേത്. The wave function is sinusoidal inside the box and exponential outside. So this is the picture. Sinusoidal inside the box, that is a sine wave. ഇലക്ട്രോൺ അതിൻ്റെ ബോക്സിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്നത് ഒരു സൈൻ വേവ് ആയിട്ടാണ്. അതായത് ആ ഇക്വേഷൻ സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഔട്ട് സൈഡ് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുന്നു, എങ്ങനെ ഇൻഫിനിറ്റ്ലി ഹൈ വോൾസ് ഉള്ള സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഔട്ട് സൈഡ് എക്സ്പോണൻഷ്യൽ സിസ്റ്റം വരുന്നത്? സോ സോമർഫെൽഡിൻ്റെ ബ്രില്യൻസ് അവിടെയാണ്. സോ ടണലിംഗ് കൺസെപ്റ്റ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ടണലിംഗ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട്
ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഹി യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ടണലിംഗ്. ടണലിംഗ് എന്ന് ഉപയോഗിച്ചിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ടണലിംഗ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാതെ തന്നെ ടണലിംഗ് പെർസ്പെക്റ്റീവ് ഇദ്ദേഹം ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സോ ഇൻസൈഡ് ദ ബോക്സ് ഇറ്റ് ഈസ് സിനുസോയിഡൽ, ഔട്ട്സൈഡ് ഇറ്റ് വിൽ ബി having a different property and it will move like an exponential function. Then Fermi level and Fermi energy, രണ്ട് പുതിയ കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കണം. The highest filled level at absolute zero is known as Fermi level. നമ്മൾ എന്താ പറഞ്ഞു വെച്ചേ, പൊട്ടൻഷ്യൽ വെല്ലിൽ, വീണ്ടും നമ്മൾ പൊട്ടൻഷ്യൽ വെല്ലിലേക്ക് വരുന്നു. പൊട്ടൻഷ്യൽ വെല്ലിൽ ഓരോ ലെവലിലും 2 ഇലക്ട്രോണുകൾ വെച്ചാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഇനി 3D ബോക്സ് പ്രോബ്ലം ആണെങ്കിലും നമ്മളത് ഓരോ ലെവലിനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെവലുകളിൽ ഇലക്ട്രോൺസിനെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് വരുന്നു. അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചറിൽ, അതായത് ലോവസ്റ്റ് പോസിബിൾ കണ്ടീഷനാണ് എനർജി കണ്ടീഷനിൽ, ഏത് ലെവലാണോ ഏറ്റവും മേളിൽ നിൽക്കുന്നത്, ഫീൽഡ് ലെവലായി നിൽക്കുന്നത്, അതിനെ നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയും. ആൻഡ് ദ കറസ്പോണ്ടിങ് എനർജി ഈസ് നോൺ ആസ് ഫെർമി എനർജി, EF. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സീറോയിലുള്ള ഹയസ്റ്റ് ഫീൽഡ് ലെവലാണ്. ആ ലെവലിൻ്റെ എനർജിയാണ് ഫെർമി എനർജി. കാരണം നമുക്ക് ആ കൺസെപ്റ്റ് മുന്നോട്ട് വരുമ്പോൾ ആവശ്യം വരും. ദെൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, h²/atom × 3n/v all raised to 2/3, where v is the volume of the metal, n is the number of electrons in unit volume, m is mass of electron. Then Sommerfeld theory energy levels, the typical features നോക്കാം. The energy levels of free electron in Drude-Sommerfeld theory can be illustrated as below. This is the simple picture. So v equal to 0, v equal to infinity. Potential എനർജി കൂടുന്നതനുസരിച്ച് നമുക്ക് ഓരോ ലെവലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഹയസ്റ്റ് ഓക്കുപ്പൈഡ് ലെവൽ അറ്റ് അബ്സല്യൂട്ട് സീറോ ഇസ് നോൺ ആസ് ഫെർമി ലെവൽ, EF എന്ന് പറയുന്നു. അതിനേക്കാളും ഒരു ടിപ്പിക്കൽ എനർജി 5 കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടും. അതും ഈ പറഞ്ഞ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. v equal to 0 to v equal to infinity. അപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ക്രോസ് ചെയ്യുകയും ഇലക്ട്രോൺ പുറത്തേക്ക് പോവുകയും ചെയ്യും. വർക്ക് ഫംഗ്ഷൻ 5 is the energy required to remove the highest energy level ഇലക്ട്രോൺ. ഇപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ദെൻ ഓൾസോ ഫെർമി എനർജിയോ ഫെർമി ലെവലോ എന്താണെന്ന് വേണമെങ്കിലും ചോദിക്കാം. ദെൻ എനർജി ലെവൽസ്, ദ എനർജി ലെവൽസ് ആർ ക്വാണ്ടൈസ്ഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, ക്വാണ്ടൈസ്ഡ് സിസ്റ്റംസ് ആണ് എനർജി ലെവൽസിൽ. ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലെവൽസ് ആർ സോ സ്മോൾ ദാറ്റ് എ കണ്ടിന്യൂ ഓക്കേഴ്സ്. ഇൻഡിവിജ്വൽ എനർജി ലെവൽസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതിനേക്കാൾ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ് എനർജി ലെവൽസ്. സോ ഒരു കണ്ടിന്യൂം ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ എക്സ് ആക്സിസിൽ എനർജിയും വൈ ആക്സിസിൽ NE എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നു. EF എന്ന് പറഞ്ഞാൽ ഫെർമി ലെവലാണ്. സോ ആ കർവ് ആണ് ഫെർമി എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കർവ് വരുന്നതിനൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. തൽക്കാലം നമ്മളത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, കാരണം 3D പിക്ചറിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിൻ്റെ ബേസിക് ആസ്പെക്ട്സ് പഠിച്ച് നമ്മൾ നിർത്തുവാണ്. സോ വേർ NE ഈസ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. NE ഓരോ എനർജിയിലുമുള്ള പർട്ടിക്കുലർ എനർജി ലെവലുള്ള ഇലക്ട്രോൺ, നമ്മൾ നേരത്തെ പണ്ട് ഒരു എനർജി ലെവലിൽ 2 ഇലക്ട്രോണേ ഉള്ളെന്ന് പറഞ്ഞ്, ഇവിടെ ഒരു പർട്ടിക്കുലർ എനർജി ലെവലല്ല, ഒരു എനർജി റീജിയൻ ആണ് കാണിക്കുന്നത്. 3 ഡയമെൻഷണൽ പിക്ചറിലേക്കാണ് പോകുന്നത്. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാനായിട്ട് പറ്റും. സോ NE ഈസ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ E ഈസ് എനർജി, EF ഈസ് ദ ഫെർമി എനർജി. ദെൻ Fermi-Dirac statistics can be applied here. Sommerfeld used the quantum statistics of Fermi and Dirac. As per FD statistics, actual distribution of electrons among the available sites at any temperature is given by the equation NED is equal to F of E SED. That is equal to SEDE e raised to E minus E0 by KT plus 1. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വേർ NE ഈസ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, SE ഈസ് ദ നമ്പർ ഓഫ് അവൈലബിൾ ക്വാണ്ടം സ്റ്റേറ്റ്സ്. എത്ര ക്വാണ്ടം സ്റ്റേറ്റ്സ് ഉണ്ട്, അതിൽ എത്രമാത്രം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് NE. എത്ര ഉണ്ട് എന്നുള്ളത് SE. E0 ഈസ് ദ ഫെർമി എനർജി. FE ഈസ് ദ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വിച്ച് ഡിറ്റർമൈൻസ് അറ്റ് ടെമ്പറേച്ചർ T. That is the probability of finding an electron at energy E. ഒരു പർട്ടിക്കുലർ എനർജി ഇയിലുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ FE എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ SE എന്താണ്, നമ്പർ ഓഫ് അവൈലബിൾ ക്വാണ്ടം സ്റ്റേറ്റ്. NE എന്താണ്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഓരോ പർട്ടിക്കുലർ സ്റ്റേറ്റിലുമുള്ള ഡെൻസിറ്റി എത്രയാണ്.
സോ അത്രയേ ഉള്ളൂ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചറിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇത്രയേ ഉള്ളൂ. ഇ എന്ന് പറഞ്ഞ ഒരു എനർജി ലെവലുണ്ട്. ആ എനർജി ലെവലിൽ തൊട്ടും വെളി E+d എന്ന് പറഞ്ഞ ഒരു റീജിയൻ ഉണ്ട്. അപ്പോൾ E+d പറഞ്ഞ ആ ഇക്കും E+dക്കും ഇടയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ എത്ര പോപ്പുലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ കൺസെപ്റ്റ് കാണാം. ഇതോടുകൂടി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചർ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. ഒരു ബേസിക് ഐഡിയ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. 3D പിക്ചറിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിലബസ് ലിമിറ്റഡ് ആണ്. ഇത്രയും വരെ നമുക്ക് തൽക്കാലം ആവശ്യമുള്ളൂ.